ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ആൻഡ് സൂൺ ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. അവസാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റ് ഈ ഒരു മൂവിയിലുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ട് തന്നെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പിന്നെ സെക്കൻഡ് ചാനലും ഇത് രണ്ടും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ഒരു ഇരുട്ടുമുറിയിൽ ഒരു പെൺകുട്ടി അലറി വിളിക്കുന്ന ഒരു ശബ്ദത്തോടു കൂടിയാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ പേര് അമേലിയ. അവളെ ഇപ്പൊ ആരോ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഈ ശബ്ദം വെച്ച് കരയാൻ തുടങ്ങുന്നതും ആ ഒരാൾ അടുത്തേക്ക് വന്ന് ഒരു വയറിൽ ചെറിയ രീതിയിൽ ഷോക്ക് കൊടുത്ത് അവളുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് അവളോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ് അവളെ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തവണ ഇതുപോലെ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ആ ഒരു ഷോക്ക് ഏറ്റ് വലിയ രീതിയിലല്ല ചെറിയ രീതിയിൽ അത് നല്ലതുപോലെ ഇങ്ങനെ ഏൽക്കുമ്പോഴത്തേക്കും അവളുടെ ബോധം നഷ്ടപ്പെട്ട് അവൾ താഴേക്ക് ഒന്ന് വീഴുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള സ്റ്റെഫനി അതേപോലെ തന്നെ അവളുടെ സുഹൃത്ത് എല്ലി ഇവര് രണ്ടുപേരും ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഇപ്പൊ അർജന്റീനയിലാണ് ഉള്ളത്. രണ്ടുപേരും രണ്ട് സൈക്കിളും എടുത്ത് ആ ഒരു സ്ഥലം മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാണ്. അതുപോലെ അർജന്റീനയിലെ ഇവരുടെ അവസാനത്തെ ദിവസമാണിത്. അങ്ങനെ ആ ഒരു സ്ഥലങ്ങളെല്ലാം നല്ലതുപോലെ ചുറ്റിക്കറങ്ങിയിട്ട് ഇവർ രണ്ടുപേരും ഒരു പാലത്തിന് മുകളിലൂടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എതിർവശത്തു നിന്ന് ഒരു പോലീസുകാരൻ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരെ കണ്ട് ഒരു ഹായ് എല്ലാം കാണിച്ചിട്ട് അയാൾ മറ്റൊരു വശത്തേക്ക് പോകുന്നതും ഇവർ ആ ഒരു പാലം കഴിഞ്ഞ് ചെല്ലുന്നത് ഒരു ചെറിയ ടൗണിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലി ഇപ്പോൾ അവിടെ നിന്നും ഈ ഒരു കയ്യിൽ കെട്ടുന്ന ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു കാര്യം അങ്ങനെ രണ്ട് കളർ എടുത്തിട്ട് അതിൽ ഏത് വേണമെന്ന് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറയുമ്പോൾ സ്റ്റെഫനി അതിലൊന്ന് ചൂസ് ചെയ്യും. അങ്ങനെ ആ ഒരു കളറും എടുത്ത് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും പോകുന്നത് അടുത്തൊരു ഹോട്ടലിലേക്കാണ്. അങ്ങനെ ആ ഒരു കാര്യം എടുത്തിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു വരുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ ഇവരെ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടെയുള്ള ഒരു അമ്മച്ചിയോട് ഇവർക്ക് പോകാനുള്ള ഒരു ഹോട്ടലുണ്ട്, ആ ഒരു വഴിയും ചോദിച്ച് ഇവർ രണ്ടുപേരും ആ ഒരു വഴിയെ നടന്നു വരുമ്പോൾ ഇപ്പോഴും പല ആളുകളും ഒരു വല്ലാത്ത രീതിയിൽ ഇവിടെ തന്നെ നോക്കാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാതെ ഇവർ രണ്ടുപേരും അവസാനം ആ ഒരു ഹോട്ടലിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ രാത്രിയായി. അങ്ങനെ രണ്ടുപേരും അവിടെ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോട്ടലിൽ ഒരു ഓണറും ഉണ്ട്, അയാളുടെ ഭർത്താവും. ഇവർ രണ്ടുപേരാണ് ആ ഒരു ഹോട്ടൽ നടത്തുന്നത്. ഇപ്പൊ ഇവര് റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു ദിവസം മാത്രമേ ഇവിടെ കഴിയത്തുള്ളൂ, നാളെ തന്നെ ഇവിടെ നിന്ന് പോവും എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായാലും ഇംഗ്ലീഷ് മനസ്സിലാവും. കാരണം ഈ ഒരു അർജന്റീനക്കാര് അവരുടെ ഭാഷയാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ ഇവർക്ക് എന്തായാലും ഇംഗ്ലീഷ് അറിയാം. എന്നിട്ടാണ് സ്റ്റെഫനി ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് നാളെ രാവിലെ പോസദാസ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ് എപ്പോഴാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നാളെ 8 മണിക്കാണ് ആ ഒരു ബസ്. അപ്പൊ എല്ലി ചോദിക്കും 8 PM ആണോ? അല്ല മോളെ 8 AM. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് രണ്ടുപേരുടെയും പാസ്പോർട്ട് വാങ്ങി അതിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് ഇപ്പൊ ഹീറോയിനോട് ചോദിക്കും നീ ഒറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നത്? അല്ലല്ല, ഇവളും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും സൈക്കിളിലാണ് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഇത് ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ് എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവരുടെ ഭർത്താവ് ഇവർക്കായിട്ടുള്ള ആ ഒരു റൂം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും ആ ഒരു റൂമിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഫ്രഷ് ആവാനായിട്ട് പോവാണ്. എല്ലി ആണെങ്കിൽ കുളിക്കാനായിട്ട് പോകുന്നു. സ്റ്റെഫിനി ആണെങ്കിൽ അവിടെ ഇരുന്ന് ബുക്കെല്ലാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ഡോറിൽ ആരോ ഇടിക്കുന്ന ശബ്ദം. ഇവളെന്താണെന്നറിയാൻ വേണ്ടി ആദ്യം ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ആരെ കാണുന്നില്ല. അങ്ങനെ ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ ഈ ഒരു ടവൽ ഉണ്ടല്ലോ അത് കൊണ്ടുവച്ചേക്കാണ്. അതിനാണ് ഇത്രയും വലിയ ഇടി ഇടിച്ചത്. അങ്ങനെ അതും എടുത്ത് അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറി പോയിട്ട് അങ്ങനെ ഇവര് രണ്ടുപേരും ഫ്രഷ് ആയി അത് കഴിഞ്ഞ് അവിടുത്തെ ആ ഒരു ചെറിയ ടൗൺ ഉണ്ടല്ലോ അവിടെ ഒരു ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പാർട്ടിയെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ടുപേരും അവിടേക്ക് പോകും. അപ്പൊ ഇതിൽ നമ്മുടെ എല്ലിയുടെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ എല്ലാവരോടും നല്ലതുപോലെ അടുത്ത് കുറച്ചുകൂടി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ സ്റ്റെഫനി അങ്ങനെയല്ല. അങ്ങനെ രണ്ടുപേരും ആ ഒരു ബാറിനകത്തേക്ക് കയറി പോയിരുന്നു. ഈ ഒരു മദ്യം വാങ്ങിയതിനെ കഴിക്കുമ്പോഴത്തേക്കും ഇവരുടെ ഓപ്പോസിറ്റ് കുറച്ച് ദൂരെയായിട്ട് ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലി അവര് നോക്കി ഇങ്ങനെ കൈ കാണിക്കുമ്പോഴത്തേക്കും അവർ തിരിച്ചും അതേപോലെ തന്നെ ആ ഒരു പെണ്ണിനെ നോക്കുന്നു എന്ന് പറഞ്ഞ് പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ ഇത് കണ്ട സ്റ്റെഫനിയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ എല്ലി കുറച്ചുകൂടി മദ്യം വാങ്ങിയിട്ട് സ്റ്റെഫനിയുടെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ലില്ല മതി, എനിക്ക് മതിയായെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല കഴിക്കുന്നു പറഞ്ഞ് അവളെ കൊണ്ട് അത് കഴിപ്പിച്ചിട്ട് അവര് രണ്ടുപേരും ഇരിക്കുമ്പോഴത്തേക്കാണ് അതിനകത്തേക്ക് വേറൊരാൾ ഇങ്ങനെ കയറി വരുന്നു. അപ്പൊ അവനെ കാണുന്നത് നമ്മുടെ സ്റ്റെഫനി ഉണ്ടല്ലോ. അവനെ തന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എല്ലി അവളെ നോക്കിയിട്ട് ഇതാരെയാ നോക്കുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നതും അവനെ കാണുമ്പോഴത്തേക്കാണ് എല്ലി ചോദിക്കുന്നത് ഇവനെന്താ ഇത്ര പ്രത്യേകത ചോദിക്കുമ്പോൾ ഇല്ല അവൻ എന്റെ ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഓ അങ്ങനെയാണല്ലേ, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ ഇവിടേക്ക് വിളിക്കാന്ന് പറയുമ്പോൾ സ്റ്റെഫനി പറയും ഇല്ല വേണ്ട വേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ പിടിച്ചിരുത്തും. അങ്ങനെ അവൻ നേരെ ആ ഒരു മദ്യം വാങ്ങുന്നിടത്തേക്ക് പോയി നിൽക്കുന്നതും ഇപ്പൊ നമ്മുടെ എല്ലി എഴുന്നേറ്റ് ഈ ഒരു മ്യൂസിക് എല്ലാം പ്ലേ ചെയ്യുന്ന ആ ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ചെന്ന് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പാട്ട് പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യും. അപ്പൊ എല്ലാവരും എന്താണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവള് പതിയെ അതിലെ വേറൊരു മ്യൂസിക് തന്നെ നോക്കാണ്. എന്നിട്ട് അത് പ്ലേ ചെയ്ത് പെട്ടെന്ന് അതിനടുത്തായിട്ട് 1-2 പയ്യന്മാർ
നിപ്പുണ്ട്. അവരോടൊപ്പം ഡാൻസ് കളിക്കുന്നു. ആ ഒരു പയ്യന്മാരും വെറുതെ ഒന്നും അല്ല, ഒരു പെണ്ണ് അടുത്തേക്ക് വരുമ്പോ തന്നെ അവളെ തൊട്ടൊരുമി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ഒരു രീതിയിലാണ് ആ ഒരു പയ്യന്മാരെ നിൽക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് എമിലിയും അങ്ങനെ എല്ലി ഇവിടെ കിടന്ന് ഡാൻസ് എല്ലാം കളിക്കുമ്പോൾ അകത്തേക്ക് വന്ന ആർത്തണല്ലോ. അവനിപ്പോ അവിടെ നിന്ന് മദ്യമെല്ലാം വാങ്ങി കുടിച്ചിട്ട് പതിയെ ബാത്റൂമിനകത്തേക്ക് കയറി പോകും. അതേസമയം എല്ലിയെ നോക്കി ആ 2 പയ്യന്മാര് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലി എന്താ ചെയ്യുന്നത് വെച്ചാൽ പതിയെ ഒരു ബാത്റൂമിലേക്ക് കയറി ചെന്നിട്ട് ഈ ഒരു പെണ്ണുങ്ങളുടെ സെക്ഷനിലേക്ക് കയറാതെ നേരെ ആണുങ്ങളുടെ സെക്ഷനിലേക്ക് കയറുമ്പോഴത്തേക്കും അവൻ അതിനകത്ത് നിൽക്കാണ്. എന്നിട്ട് പതിയെ അവന്റെ അടുത്തേക്ക് ചെന്ന് കുറച്ച് അർജന്റ് ആയിപ്പോയെന്നും പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് കാര്യം കഴിഞ്ഞിട്ട് നേരെ അവന്റെ അടുത്തേക്ക് വന്ന് അവളോട് ഇങ്ങനെ സംസാരിക്കുക, അവനെ വശീകരിക്കാൻ വേണ്ടി. അവൾ ഓരോന്നിങ്ങനെ പറയുമ്പോൾ അവൻ പറയും സോറി, നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവളെ കളിയാക്കി. അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് എന്തായാലും അവൾക്ക് പറ്റിയ ഒരാളല്ലാന്ന്. അങ്ങനെ അവൻ വെളിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അവളും പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ ഈ ഒരു കാര്യം അവരെ കൈ കാണിച്ച അവരുണ്ടല്ലോ. അവൻ കണ്ട് എല്ലിയെ പതിയെ കൈ കാണിച്ചതിന് വിളിക്കും. എന്നിട്ട് അവളടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്ക് അവൻ പറയും ഹേയ് നമുക്ക് രണ്ടുപേർക്കൊന്ന് സംസാരിച്ചാലോ എന്നും പറഞ്ഞ് അവൾ അതിന് ഓക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങാണ്. എന്നിട്ട് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. എല്ലിയുടെ ഫോട്ടോ അവരും എടുക്കുന്നുണ്ട്, അവന്റെ ഫോട്ടോ അവളും എടുക്കും. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം കണ്ട് സ്റ്റെഫിനി അവൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പതിയെ എഴുന്നേറ്റ് ഇവിടെയുള്ള ആ ഒരു മാപ്പും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കാണ്. അങ്ങനെ അതെല്ലാം നോക്കി നിന്നിട്ട് പതിയെ തിരിഞ്ഞ് എല്ലിയുടെ അടുത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് എല്ലി അവിടെ കാണുന്നില്ല. ചേട്ടാ ഇതെവിടെ പോയെന്നും പറഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എല്ലി ആ ഒരു പയ്യനുമായിട്ട് സംസാരിച്ച് കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കിസ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണ് സ്റ്റെഫനി ഹേയ് നീ എന്താ ഈ കാണിക്കുന്നത് ചോദിക്കുമ്പോൾ അവള് പറയും ഇല്ലില്ല കുറച്ചു നേരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫനിയെ അവള് പറഞ്ഞു വിടാൻ ശ്രമിക്കും. അപ്പോഴേക്കാണ് ആ ഒരുത്തൻ സ്റ്റെഫനിയെ കണ്ട് എല്ലിയോട് ചോദിക്കും ഹേയ് അതെന്തിന്റെ സുഹൃത്താണോ? അവളോട് ഇവിടേക്ക് വരാൻ പറയുമ്പോൾ എല്ലി പറയും ഇല്ലില്ല അവൾ ഒരിക്കലും ഇവിടേക്ക് ഞാൻ വരാൻ പറയത്തില്ല, അവൾ എന്തായാലും ഇതിനിടയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ സ്റ്റെഫനി പതിയെ റൂമിലേക്ക് തന്നെ നടന്നു പോവാണ്. അങ്ങനെ അവള് റൂമിനടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ഈ ഒരു ഓണറും അതേപോലെ തന്നെ അയാളുടെ ഭാര്യ ഉണ്ടല്ലോ ഇവര് രണ്ടുപേരും റൂമിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവരെ പറ്റിയാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റെഫനി ഈ ഒരു കാര്യം ജനാലയിലൂടെ കാണുമ്പോൾ അയാൾ പെട്ടെന്ന് വന്ന് ആ ഒരു കർട്ടൻ പിടിച്ചിടും. അങ്ങനെ സ്റ്റെഫനി പതിയെ റൂമിനകത്തേക്ക് കയറി പോയിട്ട് അവളിപ്പോ എല്ലി വരാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്തതിനെ കിടക്കാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ ജനാലയിൽ എന്തോ ഒരു തട്ടുന്നത് പോലെ അവള് പേടിച്ചിങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല എല്ലിയും അതേപോലെ തന്നെ ആ ഒരു പയ്യനുണ്ടല്ലോ. ഇവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടി അതിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ ഈ ഒരു കിസ്സിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അതെല്ലാം ചെയ്തിട്ട് ഈ ഒരു ജനാല എടുത്ത് നിൽക്കും. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഹേയ് എന്റെ വീട് ഇവിടെ അടുത്താണ്, നമുക്ക് അവിടേക്ക് പോയാലോ? അപ്പോൾ എല്ലി പറയും സോറി എനിക്ക് അത് മാത്രം കഴിയത്തില്ല, എനിക്ക് അവിടേക്ക് വരാൻ കഴിയത്തില്ല, കാരണം സ്റ്റെഫനി അതിനകത്ത് ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ അവളെയും കൂടി വിളിക്ക്. ഇല്ലില്ല അവളെ വിളിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും ഇവൻ കുറച്ച് ഡീപ്പായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവൾ പറയും എനിക്ക് സമയമില്ല ഞാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് അവളുടെ കൈയെല്ലാം പിടിച്ചിങ്ങനെ വേദനിപ്പിക്കും. ഇത് കാരണം എല്ലി പറയും ഇല്ലില്ല നമുക്കിതിപ്പോ നിർത്താന്ന് പറഞ്ഞിട്ട് അവള് ബഹളം വെക്കുന്നതും ഈ ഒരു ശബ്ദം കേട്ട് സ്റ്റെഫനി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഹേയ് അവള് വിടെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് എല്ലിയെ വിളിച്ച് ആ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അവൻ പുറകെ വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്റ്റെഫനി അവളെ റൂമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഡോർ അങ്ങ് അടയ്ക്കും. അങ്ങനെ ഇവൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ആ ഒരു ഡോറിലിട്ട് ഇങ്ങനെ തട്ടും. അത് നല്ലതുപോലെ ഉള്ളിലെ എല്ലിയാണെങ്കിലോ ഒരുപാട് മദ്യപിച്ചിട്ട് അവളുടെ ബോധം പോയി അവൾ ഇപ്പോഴും കട്ടിലിൽ തന്നെ കിടക്കുകയാണ്, ഇതൊന്നും അറിയുന്നില്ല. അപ്പോഴാണ് അടുത്ത റൂമിൽ നിന്നും ഒരാൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അത് വേറെ ആരുമല്ല, നേരത്തെ സ്റ്റെഫനി കണ്ട ആ ഒരുത്തനുണ്ടല്ലോ അവനാണ്. അവനിപ്പോ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നീ ഇവിടെ എന്താ ചെയ്യുന്നേ, ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നതും ആ ഒരു പയ്യൻ അവനോട് വഴക്കുണ്ടാക്കി ഫൈറ്റ് ചെയ്യാനായിട്ട് വരുമ്പോ അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ കൈ പിടിച്ച് തിരിച്ച് തല അങ്ങനെ ചുമരിലേക്ക് ചേർത്ത് വെക്കും. ഇത് കാരണം അവൻ അനങ്ങാൻ പോലും കഴിയത്തില്ല. അപ്പോഴേക്കാണ് അവിടുത്തെ ആ ഒരു ഹോട്ടലിലെ ഓണർ ഉണ്ടല്ലോ അയാൾ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ഹലോ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ഇവരെ രണ്ടുപേരും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിന് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ റൂമിൽ നിന്നും ഈ ഒരു കാര്യങ്ങളെല്ലാം ജനാല വഴി കാണുന്നുണ്ട്. ഇപ്പൊ അവനാണ് ഇവരെ രക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഉറങ്ങാനായിട്ട് കിടന്ന് ഇപ്പൊ അടുത്ത ദിവസം ഹീറോയിൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും സമയം ഒരുപാട് ലേറ്റ് ആയി പോയി. പെട്ടെന്ന് തന്നെ എല്ലിയെ വിളിച്ച് ഇവർ രണ്ടുപേരും ആ ഒരു സൈക്കിളും എടുത്ത് റെഡിയായി നേരെ ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവർക്ക് പോകാനുള്ള ആ ഒരു ബസ് ഉണ്ടല്ലോ അത് ആൾറെഡി അവിടുന്ന് പോയി കഴിഞ്ഞു. ഇവര് പുറകെ ചവിട്ടി ചെന്നിട്ട് വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബസ് ഡ്രൈവർ അത് കേൾക്കാതെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നതും ഇവർക്ക് ആ ഒരു ബസ് എന്തായാലും നഷ്ടമായി. അപ്പൊ ഇനി വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും തിരിച്ച് ആ ഒരു ഹോട്ടലിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോ അവർക്ക് ഇനി തിരിച്ചു പോയിട്ടുള്ള ആ ഒരു ഫ്ലൈറ്റ് അതിന്റെ സമയം മാറ്റി മറ്റൊരു ടിക്കറ്റ് എടുക്കുന്നു. കാരണം ഇനിയിപ്പോ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേറെ ടിക്കറ്റ് എടുത്തേ പറ്റൂ. അങ്ങനെ ഈ ഒരു കാര്യം എല്ലിയോട് പറയുമ്പോഴത്തേക്ക് എല്ലി പറയും പ്ലീസ് എനിക്ക് ഇനിയെ എഴുന്നേൽക്കാൻ വയ്യ, നല്ല ക്ഷീണമുണ്ടെന്നും പറഞ്ഞ് കിടക്കാണ്. കാരണം അവൾ ഇന്നലെ ഒരുപാട് മദ്യപിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ക്ഷീണത്തിൽ അവൾ ഇങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കും ആ ഒരു ഹോട്ടലിലെ ഓണർ വരുമ്പോഴത്തേക്കും അവരോടും നടന്ന് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നിട്ടാണ് സ്റ്റെഫനി അവർക്ക് ഒരു സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അല്ല ഈ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാവും, ഇവിടെ അടുത്താണോന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ ആ ഒരു പേപ്പർ വാങ്ങിയിട്ട് അവരുടെ മുഖം എല്ലാം പെട്ടെന്ന് മാറി അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്? ഇല്ല വെറുതെ അവിടെ നിന്ന് നീന്താനായിട്ട് നല്ല പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അവര് പെട്ടെന്ന് ആ ഒരു പേപ്പർ ഇങ്ങനെ ചുരുട്ടി മടക്കി ഇപ്പോ ഹീറോയിനോട് പറയും നിങ്ങൾ എന്തായാലും അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല, കാരണം അവിടെ ചെന്നാലും കാണാൻ അങ്ങനെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വലിയ മലയുണ്ട്, അതേപോലെ തന്നെ ഗുഹകളുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, ഇതെല്ലാം പോയി കാണാമല്ലോ, ഇതൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്.
എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് അവിടേക്ക് വന്നിട്ട് അവരുടെ അവിടുത്തെ ഭാഷയിൽ എന്തോ ഒരു കാര്യം പറയുമ്പോൾ അവര് പറയും ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അകത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെഫനി നേരെ എല്ലിയുടെ അടുത്തേക്ക് വന്നിട്ട് ഹേ എല്ലി ബ എഴുന്നേൽക്കെന്നും പറഞ്ഞ് അവളെയും വിളിച്ച് ഇപ്പൊ ഇവര് രണ്ടുപേരും ആ ഒരു സൈക്കിളും എടുത്ത് ഇവര് പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ ഒരു സൈക്കിളിൽ ഇവർ ഒരുപാട് ദൂരം ഇങ്ങനെ പോകുന്നുണ്ട്. കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഉള്ളിലേക്ക് ഒരു വഴി കാണുന്നു. എന്താന്ന് വെച്ചാൽ ഒരു പുഴയുടെ അടുത്തേക്കുള്ള വഴിയാണത്. അങ്ങനെ രണ്ടുപേരും ആ ഒരു വഴിയെ കുറെ ദൂരം ചെന്ന് അവസാനം ആ ഒരു പുഴയുടെ അടുത്തേക്ക് സൈക്കിളും കൊണ്ടുവച്ചിട്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും എല്ലിക്കാണെങ്കിൽ ആകെ ക്ഷീണമായതുകൊണ്ട് തന്നെ അവളിപ്പോ സ്റ്റെഫനിയോട് പറയും സ്റ്റെഫനി നമുക്ക് കുറച്ചു നേരം ഇവിടെ നിന്ന് വിശ്രമിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫനി പറയും ഓക്കെ ശരി നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും ബിക്കിനിയെല്ലാം ധരിച്ച് ഈ സൺസ്ക്രീൻ ഉണ്ടല്ലോ അതെല്ലാം ദേഹത്ത് തേച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കാണ്. എന്നിട്ട് പാട്ടെല്ലാം കേട്ട് ഒരുപാട് നേരം അവർ രണ്ടുപേരും അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫനി പതിയെ എഴുന്നേറ്റ് എല്ലിയോട് പറയും എല്ലി ബാ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് പറയുമ്പോൾ എല്ലി വീണ്ടും ഇല്ലില്ല എനിക്ക് നല്ലതുപോലെ ക്ഷീണമുണ്ട് ഞാൻ കിടക്കുന്നു പറയുമ്പോൾ സ്റ്റെഫനി പെട്ടെന്ന് ഓക്കെ അതുണ്ടാവും ഇന്നലെ നീ ആ ഒരു ബാത്റൂമിനകത്ത് കയറി എന്താ ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു പറയുമ്പോൾ അവള് പറയും ഞാൻ കയറി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവൻ ഒരിക്കലും വളഞ്ഞില്ല. ഓക്കെ അതെന്തോ ആവട്ടെ നിനക്ക് എന്തായാലും മനസ്സിലാവത്തില്ല എന്ന് സ്റ്റെഫനി പറയുമ്പോൾ എല്ലി പറയും എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റെഫനിക്ക് സംഭവിച്ച ആ ഒരു കാര്യം അവളുടെ കാമുകൻ അവളെ ചീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു പയ്യനെ നീ സ്വീകരിക്കണം അതാണ് വേണ്ടതെന്നെല്ലാം പറയുമ്പോൾ സ്റ്റെഫനിക്കൊന്നും അതിനോട് താല്പര്യമില്ല. അതുപോലെ ഇവര് രണ്ടുപേരും വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും നല്ലതുപോലെ വഴക്കിടും. അതിൽ എല്ലി എന്തോ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും സ്റ്റെഫനിക്ക് നല്ലതുപോലെ വിഷമമായിട്ട് സ്റ്റെഫനി എല്ലിയോട് പറയും ശരി നീ ഇവിടെ വെയിറ്റ് ചെയ്യ് നല്ലതുപോലെ വിശ്രമിച്ചോ ഞാൻ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് അവളിപ്പോ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഡ്രസ്സെല്ലാം എടുത്തിട്ട് അവളുടെ സൈക്കിൾ മാത്രം എടുത്ത് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവള് പോകുന്നതും ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട്. ഇവര് വരുന്ന വഴിക്ക് ആ ഒരു അപ്പൂപ്പൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാള് നമ്മുടെ സ്റ്റെഫനി അവിടെ നിന്ന് പോകുന്ന ആ ഒരു കാര്യം കാണുന്നുണ്ട്. അങ്ങനെ സ്റ്റെഫനി അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടിയിട്ട് അവള് പതിയെ പതിയെ മുന്നിലേക്ക് പോകുമ്പോൾ പുറകിലേക്ക് നോക്കുന്നുണ്ട് എല്ലി പുറകെ വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അവള് വരുന്നില്ല. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന് അവള് സൈക്കിൾ നിർത്തി നോക്കുമ്പോൾ നമ്മുടെ എല്ലി ഇപ്പോഴും അവിടെ തന്നെ കിടക്കാണ്. അവൾ എഴുന്നേറ്റ് പോകുന്നില്ല. ഓക്കെ എന്തായാലും അവളെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ സ്റ്റെഫനി ആ ഒരു സൈക്കിൾ എടുത്ത് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പൊ സ്റ്റെഫനി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാല് ഇവിടെ അടുത്തായിട്ട് വലിയൊരു മലയുണ്ട് അതിനടുത്തേക്കാണ്. അപ്പൊ ആ ഒരു സമയം എല്ലാം നമ്മുടെ എല്ലി ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അവൾ ഇപ്പോഴും സ്റ്റെഫനിയോടൊപ്പം പോകാനായിട്ട് തയ്യാറായിട്ടില്ല. അവളിപ്പോ പാട്ടെല്ലാം കേട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ സ്റ്റെഫനി ആണെങ്കിൽ വരുന്ന വഴിക്കും കുറച്ചു നേരം സൈക്കിൾ നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുന്നതും ഇപ്പോഴും എല്ലി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ സൈക്കിൾ അവിടെ വെച്ച് ആ ഒരു മലയുണ്ടല്ലോ അതിനടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ സ്റ്റെഫനി അതിനകത്തേക്ക് ചെന്നിട്ട് അവിടെ വിശ്രമിക്കാൻ വേണ്ടി കുറച്ചു നേരം അവിടെ ഒരിടത്തായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ നമ്മുടെ എല്ലിയുടെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് എല്ലിയുടെ ചുറ്റിനും ആരോ വരുന്നത് പോലെ ഈ ഒരു ചെടികൾക്കുള്ളില് ആരോ ഒളിച്ചു നിൽക്കുന്നത് പോലെ. എല്ലി കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു കാര്യം അവൾക്ക് എന്തോ ഫീൽ ചെയ്തിട്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഡ്രസ്സെല്ലാം മാറി അവിടെ നിന്ന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതും പെട്ടെന്ന് അവളുടെ പുറകെ ആരോ ഒരാൾ വന്ന് അവളെ അങ്ങ് പിടിക്കുന്നതും ഇവിടെ നമ്മുടെ സ്റ്റെഫനിയെ കാണിക്കുമ്പോൾ അവൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ. സ്റ്റെഫനി ഇപ്പോ വിഷമിച്ചിട്ട് ഓക്കെ ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് സോറി എന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ച് നീ ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് പറയും. എന്നിട്ട് അവിടേക്കുള്ള ആ ഒരു വഴിയും മെസ്സേജ് അയച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലിക്ക് സംഭവിച്ച ആ ഒരു കാര്യം എന്താണെന്ന് അവൾ അറിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റെഫനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് വരും. ഇവിടേക്ക് വരാൻ പറഞ്ഞു അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് ആ ഒരു റെസ്റ്റോറന്റിനകത്തേക്ക് കയറി കുറെ നേരമായിട്ടും എല്ലി വരുന്നില്ല. അങ്ങനെ സ്റ്റെഫനി അവിടെ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് അവളെ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞ ആ ഒരു സൈക്കിൾ എടുത്ത് നടക്കുമ്പോൾ പുറകിൽ ഒരു കാർ വരുന്നു. അതിൽ വേറെ ആരുമല്ല ഈ ഒരു ബാറിൽ വെച്ചിട്ട് അവരെ രക്ഷിച്ചല്ലോ അവനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ. അവന്റെ പേര് മൈക്കിൾ. അപ്പൊ മൈക്കിൾ വന്നിട്ട് ഹേയ് ഇന്നലെ രാത്രി നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിലേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ മൈക്കിൾ ചോദിക്കും അല്ല നിങ്ങളുടെ സുഹൃത്ത് എവിടെ? ഓ അവൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ലേറ്റ് ആവും. ഞാൻ എന്തായാലും കുറച്ചുകൂടെ കറങ്ങാനായിട്ട് പോകുന്നു നമുക്ക് എന്തായാലും പിന്നീട് കാണാം എന്ന് പറഞ്ഞ് ഹീറോയും പോകാനായിട്ട് വരുമ്പോൾ അവൻ ചോദിക്കും അല്ല നിങ്ങൾ ഈ ഒരു വഴിക്കാണോ പോകുന്നത് ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആവശ്യമില്ല ഞാൻ എന്തായാലും പോയിക്കോളാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ സ്റ്റെഫനി ഇവർ നേരത്തെ കിടന്ന ആ ഒരു പുഴയുണ്ടല്ലോ അതിനടുത്തേക്ക് വരികയാണ്. അങ്ങനെ സ്റ്റെഫനി അവിടെ നിന്നും ഒരുപാട് ദൂരം ചവിട്ടി വന്നിട്ടും നമ്മുടെ എല്ലിയെ കാണുന്നില്ല. അങ്ങനെ അവസാനം ഇവര് സൈക്കിൾ വെച്ച് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് സൈക്കിൾ വയ്ക്കുമ്പോൾ എല്ലിയുടെ സൈക്കിൾ അവിടെ കാണുന്നില്ല. ചേടാ ഇതെവിടെ അവിടെ പോയി എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പുറകിലൂടെ മൈക്കിൾ അങ്ങനെ വരുന്നത്. മൈക്കിൾ പെട്ടെന്ന് കാർ കൊണ്ടുവന്ന് അവിടെ നിർത്തുമ്പോഴത്തേക്കും സ്റ്റെഫനി ചോദിക്കും അല്ല നീ എന്നെ എത്ര നേരമായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു? അപ്പോൾ മൈക്കിൾ പറയും ഇല്ലില്ല നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വഴി വരെ വന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെഫനിക്ക് ചെറിയൊരു പേടി. കാരണം ഇവൻ ഇങ്ങനെ ഇവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവനെയും ഒരു ഡൗട്ട് ഉണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റെഫനി മൈക്കിനോട് പറയും
ഇല്ല ഞാൻ എന്റെ സുഹൃത്തിനെ അന്വേഷിച്ചു വന്നതാണ്, പക്ഷെ അവളുടെ സൈക്കിൾ ഇവിടെ കാണാനില്ല. അപ്പൊ അവൻ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇവര് കിടന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ എല്ലിയെ കാണുന്നില്ല. ഓക്കെ ഫോൺ വിളിച്ച് നോക്കുമ്പോഴത്തേക്കും അവളുടെ ഫോണ് അവിടെ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ അവൾ ആ ഒരു ഫോൺ കൂടി എടുക്കുന്നതും മൈക്ക് ഇപ്പോ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഈ തറയിലായിട്ട് രക്തം കിടപ്പുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതുകൂടിയാവുന്നത് നമ്മുടെ സ്റ്റെഫനി പെട്ടെന്ന് പോലീസിനെ വിളിക്കും. എന്നിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറയും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇവർ ആ ഒരു പാലം പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരനെ കണ്ടല്ലോ. അയാൾ ഇവിടേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ അയാളോട് കാര്യം പറഞ്ഞ് അകത്തേക്ക് എന്നെ വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ അയാൾ അകത്തേക്ക് വന്നിട്ട് അവിടെ എല്ലാം നല്ലതുപോലെ പരിശോധിച്ച് ഇപ്പൊ നമ്മുടെ മൈക്കുമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ആ ഒരു അർജന്റീനിയൻ ലാംഗ്വേജ് അത് മൈക്കിന് നല്ലതുപോലെ അറിയാം. അതുപോലെ അവളുടെ ഫോൺ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും അയാൾ ആ ഒരു ഫോണിൽ അവർ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഇയാൾക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മൈക്കിനോട് അയാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്റ്റെഫനി ചോദിക്കും അല്ല അയാൾ എന്താ പറയുന്നേ. അപ്പോഴാണ് അയാൾ ഇംഗ്ലീഷിൽ സ്റ്റെഫനിയോട് അല്ല നീ നിന്റെ സുഹൃത്ത് ഒരുമിച്ചല്ലായിരുന്നു, ഇപ്പൊ എന്ത് പറ്റി? ഇല്ല ഞങ്ങൾ രണ്ടുപേരും ചെറിയൊരു വഴക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടു വഴിക്കായി പോയി. എന്ത് നിങ്ങൾ വേറെ പിരിഞ്ഞെന്നോ? അതെ ചെറിയൊരു വഴക്കായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരൻ പറയും ഓ അങ്ങനെയാണല്ലേ, ശരി അവൾ എന്തായാലും നിന്നോട് ക്ഷമിക്കും, ഉടനെ തന്നെ തിരിച്ചു വരുമെന്നും പറഞ്ഞ് അയാൾ ആ ഒരു ഫോണും കൊടുത്ത് അവിടെ നിന്നങ്ങ് പോവാണ്. അപ്പോൾ സ്റ്റെഫനി ചോദിക്കും അല്ല നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വേറെ ഒരു കുഴപ്പമില്ല, നിന്റെ സുഹൃത്ത് എന്തായാലും തിരിച്ചു വരും, അവൾ ആ ഒരു വിഷമമെല്ലാം മാറുമ്പോഴത്തേക്കും നിന്നെ വിളിച്ചോളും എന്നും പറഞ്ഞിട്ട് അയാൾ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും മൈക്ക് അയാളുടെ പേര് വിളിക്കുന്നുണ്ട്, കാൽവോ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് സ്റ്റെഫനിയോട് പറയും നീ ഒരു കാര്യം ചെയ്യ്, മറ്റൊരു കാമുവിനെ കണ്ടുപിടിക്ക്, ഇവനാണെങ്കിൽ അയാളുടെ കാമുകിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ശീലമുണ്ട് എന്നും പറഞ്ഞ് അങ്ങ് നടന്നു പോകുന്നതും സ്റ്റെഫനി അയാളുടെ പുറകെ ചെന്നിട്ട് പെട്ടെന്ന് ആ ഒരു പോലീസുകാരന്റെ കയ്യിലേക്ക് ദേഷ്യം. അപ്പൊ അയാൾ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റെഫനി പറയും ഇന്നലെ അവൾ ഒരു പയ്യനുമായിട്ട് സംസാരിച്ചിരുന്നു. ഓ ഒരു പയ്യൻ? അതെ. അവൻ എങ്ങനെയായിരുന്നു? ബ്രൗൺ മുടി, നല്ല പൊക്കം ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോ ഓക്കെ അവനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയോ? അതെ കഴിയും. അവനെ കണ്ടാൽ എന്തായാലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയുമ്പോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അവനെ കാണുമ്പോഴത്തേക്ക് നീ എന്നെ വിളിക്ക്, അതല്ലാതെ എനിക്കിപ്പോ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് കാൽവോ പറയുമ്പോ സ്റ്റെഫനി പറയും പ്ലീസ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോ അയാൾ പറയും ശരി അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലൈന്റ് എഴുതിത്താ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയിൻ അവളുടെ ആ ഒരു സൈക്കിൾ എടുത്ത് വണ്ടിയിലിട്ട് ഇവര് രണ്ടുപേരും നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് കാൽവോ സ്റ്റെഫനിയോട് പറയുന്നുണ്ട് അല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് മാത്രം നീ മൈക്കിളിനെ ഒരിക്കലും വിശ്വസിക്കരുത്, അങ്ങനെ ആരെയും വിശ്വസിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവള് പറയും അതിനിപ്പോ ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു സ്റ്റേഷനിൽ ഇതുപോലെ കാണാതായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കംപ്ലൈന്റ് എല്ലാം എഴുതി കൊടുത്ത് ഇപ്പോ ഹീറോയിൻ അയാളോട് പറയുന്നുണ്ട് ശരി നമുക്ക് ഇന്ന് തന്നെ അവളെ തിരയാനായിട്ട് പോയാലോ. അപ്പൊ അയാൾ പറയും ഹേയ് ഇത് നിങ്ങളുടെ അമേരിക്കയല്ല, അതൊന്നും പെട്ടെന്ന് ഇവിടെ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോ പിന്നെ ഇന്ന് വേറെ എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് എന്തായാലും ഒന്നും കഴിയത്തില്ല, നിങ്ങൾ എന്തായാലും വിഷമിക്കാതിരിക്കും, നിങ്ങളുടെ സുഹൃത്ത് സന്തോഷിക്കാനായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമായിരിക്കും എന്ന് പറയുമ്പോൾ അവള് പറയും എന്റെ സുഹൃത്ത് ഒരിക്കലും അങ്ങനെ ചെയ്തില്ല, കാരണം അവളെ എനിക്ക് നല്ലതുപോലെ അറിയാം, അതിനു വേണ്ടിയിട്ടല്ല അവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്, അവൾ ഒരിക്കലും എന്നെ ഇതുപോലെ വിട്ടിട്ട് പോകത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്തിനാ ഇത്രയും വലിയൊരു രാജ്യത്ത് നിന്റെ സുഹൃത്തിനെ വിട്ടിട്ട് പോയത്? ഓക്കെ സോറി, നീ എന്തായാലും നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം, ഇത്ര മാത്രമേ ഇപ്പൊ പറയാൻ കഴിയത്തുള്ളൂ, എന്തായാലും നീ തിരിച്ച് ആ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുക്ക്, ഞാൻ എന്തായാലും അവിടേക്ക് വരാന്ന് പറഞ്ഞ് ഹീറോയിൻ ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഹീറോയിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു സൈക്കിളും കൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഒരു ഗ്രാമത്തിലുള്ള ഒരുപാട് വീടുകളിലേക്ക് ചെന്നിട്ട് അവൾ സഹായത്തിന് വേണ്ടി അവിടെയുള്ള ആളുകളോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഇവളെ കാണുമ്പോൾ തന്നെ അവരെല്ലാവരും ആ ഒരു ജനാലയെല്ലാം അടച്ച് വീടിനകത്തേക്ക് പോകുന്നു, കാരണം ആരും അവളെ സഹായിക്കാനായിട്ട് തയ്യാറല്ല. അവൾ ഓരോ വീട്ടിലും ചെന്നിങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട്, അതുപോലെ ഇവർക്കാണെങ്കിൽ ഭാഷ അറിയത്തില്ലല്ലോ. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഇന്നലെ എല്ലിയായിട്ട് പരിചയപ്പെട്ട ആ ഒരു പയ്യൻ അവൻ ഇപ്പോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു കാടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. ഇത് കാണുന്നത് നമ്മുടെ സ്റ്റെഫനി പെട്ടെന്ന് അവനെ വിളിക്കുന്നതും ഇവ സ്റ്റെഫനിയെ കാണുന്നതും ആ ഒരു സാധനം താഴെയിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. സ്റ്റെഫനി വീടോ അവന്റെ പുറകെ തന്നെ ഓടി പോകുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിലോ ഒരുപാട് ദൂരം ഓടി ഓടി സ്റ്റെഫനി പുറകെ തന്നെ ഓടി ചെല്ലുമ്പോഴത്തേക്കും ഇവൻ പെടുന്ന ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, ഒരു പാലം പോലെ, അതിനകത്ത് ഈ ഓടിക്കായിരുന്നു. അതുമല്ല അവള് പുറകെ ചെല്ലുമ്പോൾ ട്രാക്ക് ആയതുകൊണ്ട് അവൾ പെട്ടെന്ന് പേടിച്ച് അവിടെ നിൽക്കും. അതുമല്ല ഈ ഒരു ട്രാക്കിന് നടുവിലായിട്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതുവഴി പെട്ടെന്ന് അവൻ ചാടി താഴേക്ക് പോകുന്നു. അപ്പോൾ സ്റ്റെഫനി എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പാലത്തിലൂടെ നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് അവൻ പോയ വഴി ഇങ്ങനെ ഓടി ചെല്ലുന്നതും കുറെ ദൂരം ഓടി ചെല്ലുമ്പോഴത്തേക്കും അവിടെ വഴി അവസാനിച്ചു. ഇപ്പോ അവൻ എവിടേക്ക് പോയെന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്നും തിരിച്ച് ആ ഒരു ഹോട്ടലിലേക്ക് വരും. ഹോട്ടലിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു മരത്തിനടുത്തായിട്ട് എല്ലിയുടെ സൈക്കിളാണെന്ന് തോന്നുന്നു, അതിങ്ങനെ ഇരിക്കുന്നു, ആകെ കേടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സൈക്കിൾ കാണുന്നതും അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള ആ ഒരു റൂമിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്കാണ് അത് നമ്മുടെ മൈക്കിളിന്റെ റൂമാണ്. അങ്ങനെ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ് എവിടേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ സ്റ്റെഫനി ആ ഒരു റൂമിനകത്തേക്ക് കയറിയിട്ട് അവന്റെ ബാഗ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലി എടുത്ത ആ ഒരു ബ്രേസ്ലെറ്റ് പോലെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് അവന്റെ ബാഗിലിരിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് സ്റ്റെഫനിക്ക് കാര്യം മനസ്സിലായി, മൈക്കിളാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങനെ അതും എടുത്ത് നേരെ ആ ഒരു പോലീസുകാരുണ്ടല്ലോ കാൽവോ, അയാളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ടാണ് അയാളോട് പറയുന്നത് ദേ
ഇത് എല്ലിയുടേതാണ്, ഇത് കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? മൈക്കിളിന്റെ ബാഗിൽ നിന്നും. അവനായിരിക്കും ഇതെല്ലാം ചെയ്തതെന്നും പറഞ്ഞിട്ട് അതിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും കാൾവോ പറയും, ഓക്കെ ശരി ശരി, എന്തായാലും സമാധാനപ്പെട്, ഞാൻ എന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കാം, നീ എന്തായാലും തിരിച്ചു പോ, എനിക്ക് എന്റെ ജോലി ചെയ്യണം, അതിന് മാത്രം നീ എന്നെ അനുവദിക്കണം, അതല്ലേ ന്യായമായിട്ടുള്ളത്. അപ്പോഴാണ് ആ ഒരു ഹോട്ടലിന്റെ ഉടമയുണ്ടല്ലോ അയാൾ അകത്തേക്ക് കയറി വന്നിട്ട്, ഹേയ് ഇതുപോലെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റെഫനിയെ വെളിയിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ഈ ഒരു പോലീസുകാരൻ ഇപ്പോൾ സ്റ്റെഫനിയോട് പറയും, ശരി നീ പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ എന്തായാലും നോക്കാന്ന് പറഞ്ഞ് സ്റ്റെഫനി ആ ഒരു ഹോട്ടലിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ സ്റ്റെഫനി നടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഹോട്ടലിലെ സ്ത്രീ ഉണ്ടല്ലോ അവര് ചോദിക്കുന്നത്, അല്ല എന്തു പറ്റി, എല്ലിയെ കാണാനില്ല, അവൾ എവിടെ പോയി, അതുമല്ല അവളില്ലാതെ എനിക്ക് എന്തായാലും തിരിച്ചു പോകാനായിട്ട് കഴിയത്തില്ല, അവളെ എനിക്ക് എന്തായാലും കണ്ടുപിടിച്ചേ മതിയാവും എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു സ്ത്രീ പറയും, ഓക്കെ മോളെ നീ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്ക്, നിനക്ക് കഴിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും തരാമെന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മൾ സ്റ്റെഫനിയെ നേരെ അകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ സ്റ്റെഫനി അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ അവര് പരസ്പരം നോക്കി എന്തൊക്കെയാണ് പറയുന്നത് പോലെ. ഇനി ഇവര് എന്തെങ്കിലും ഒളിപ്പിക്കുകയാണോ അറിയത്തില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് നേരത്തെ കണ്ട ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ ഇപ്പോ ഒരു ബൈക്ക് ഓടിച്ചിട്ട് ഇവരുടെ ഹോട്ടലിന് മുന്നിലൂടെ തന്നെ ഇങ്ങനെ പോകുന്നു. ഇത് കാണുന്നതും സ്റ്റെഫനിക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. നോക്കുമ്പോൾ ഇവരുടെ വണ്ടി വെളിയിൽ കിടപ്പുണ്ട്, അതേപോലെ തന്നെ അതിന്റെ കീയും ഈ ഒരു റൂമിൽ തന്നെ ഉണ്ട്. ഇതുകൂടി കാണുമ്പോൾ സ്റ്റെഫനി പെട്ടെന്ന് ആ ഒരു കീ എടുത്ത് ഓടി വന്ന ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവന്റെ പിറകെ ഇങ്ങനെ പോവാണ്. അങ്ങനെ കുറെ ദൂരം അവനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അവൻ ആ ഒരു പാലം എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ ആ ഒരു റോഡിലൂടെ ഒരുപാട് ദൂരം പോകുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ കുറെ ദൂരം ഫോളോ ചെയ്ത് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു ഗേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവ ഉള്ളിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ സ്റ്റെഫനി അവിടെ വണ്ടി നിർത്തിയിട്ട് ഇപ്പൊ ആ ഒരു ഗേറ്റ് ഇങ്ങനെ തള്ളി തുറക്കുമ്പോഴത്തേക്കും അതെന്തോ ഒരു ഉപേക്ഷിക്കപ്പെട്ട നഗരമാണെന്ന് തോന്നുന്നു. എന്തായാലും സ്റ്റെഫനി ആ ഒരു കാറും എടുത്ത് വീണ്ടും കുറെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ശരി തന്നെയാണ്, ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരമാണ്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് അവിടെ എല്ലാം ഈ ഒരു പൊളിഞ്ഞു കിടക്കുന്ന വീടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ സ്റ്റെഫനി എല്ലി അന്വേഷിക്കാൻ നടക്കും. അങ്ങനെ നടന്ന് ഒരു വലിയ വീടിന്റെ ഇടനാഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അവളുടെ പിറകെ ആരോ അയാൾ ഇങ്ങനെ നടന്നു വരുന്നു. അത് വേറെ ആരുമല്ല, മൈക്കിളാണ്. ഇവൻ പുറകെ വരുന്ന കാര്യം നമ്മുടെ സ്റ്റെഫനി പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. എന്തോ ഒരു ശബ്ദം കേട്ട് അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് മൈക്കാണെന്ന് മനസ്സിലാക്കി അവള് പെട്ടെന്ന് പേടിച്ചിട്ട്, ഹേയ് നീ എന്നെ എന്താ ചെയ്യാൻ പോകുന്നേ, അപ്പൊ നീയാണല്ലേ ഇതെല്ലാം ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൈക്ക് പറയും, ഇല്ലില്ല ഞാൻ നിന്നെ ഒന്നും ചെയ്യാനായിട്ടല്ല വന്നത്, ഞാൻ വേറൊരു കാര്യം അന്വേഷിക്കാനാണ് ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ, ഇല്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇത് എവിടുന്ന് കിട്ടി എന്നും പറഞ്ഞ് അവന്റെ ബാഗിൽ നിന്നെടുത്ത ആ ഒരു കാര്യം കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഓ അപ്പോ എന്റെ ബാഗും കാര്യങ്ങളും നീ പരിശോധിച്ചു, എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സത്യം പറയും, നീ എന്തിനാ ഇല്ലേ തട്ടിക്കൊണ്ടുപോയത്, ഇത് അവളുടേതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഒരിക്കലും അല്ല, ദേ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൻ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ സ്റ്റെഫനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫോട്ടോയില് മൈക്കും അതേപോലെ തന്നെ മൈക്കിന്റെ കാമുകി ക്യാമില എന്ന് പറഞ്ഞൊരു പെണ്ണും. അപ്പൊ ഈ ഒരു പെണ്ണിനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കണ്ടത്. ആരോ ഒരാള് ഒരു ഇരുട്ടുള്ള മുറിയിൽ വെച്ചിട്ട് അവളെ ഉപദ്രവിക്കുന്നവരെ കണ്ടല്ലോ, അത് ഈ ഒരു പെണ്ണായിരുന്നു. അത് നമ്മുടെ മൈക്കിന്റെ കാമുകിയാണ്. അവളെയും ഇതുപോലെ കഴിഞ്ഞ വെക്കേഷനിൽ ഇവിടെ വെച്ച് കാണാതായതാണ്. അവളെ കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നത്. ഇത് അവളുടേതാണെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫോട്ടോയില് അവളുടെ കയ്യിൽ ഈ ഒരു കാര്യം കെട്ടിയിട്ടുണ്ട്. അപ്പോ മൈക്ക് പറഞ്ഞത് എന്തായാലും സത്യമാണ്. അതുമല്ല അവളുടെ കാമുകിയെ കണ്ടുപിടിക്കാതെ ഞാൻ ഒരിക്കലും ഈ ഒരു സ്ഥലം വിട്ട് പോകത്തില്ല. അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല എന്നിട്ട് നീ പോലീസിനെ വിളിച്ചില്ലേ? പോലീസിനെ വിളിച്ചു, കാൽവോ അവൻ വന്നു ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, നീ ഇപ്പൊ ചെയ്തതുപോലെ, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു പോലീസുകാരനെ ഇവരെ സഹായിക്കത്തില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. എന്നിട്ട് മൈക്കിൾ പറയും, അമേരിക്കക്കാരെ ഇവിടെ തട്ടിക്കൊണ്ടുപോകുന്നത് സാധാരണ ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂട്ടുകാരിനെ ഒരു തവണ വാൺ ചെയ്തത്, പക്ഷെ അവൾ ഒരിക്കലും അത് കേട്ടില്ല. ഇവിടെ വേറെ എന്തോ നടക്കുന്നുണ്ട്, ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് അവളെ കണ്ടുപിടിച്ചേ മതിയാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവളെ എന്തായാലും ഇവിടെ നിന്ന് മാറ്റുമെന്നും പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ഹീറോയും പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 വശങ്ങളിലേക്ക് പോയിട്ട് അവളെ അന്വേഷിക്കാം, അതായിരിക്കും ശരിയെന്നും പറഞ്ഞു ഇപ്പോ രണ്ടുപേരും 2 വശങ്ങളിലായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഒരുപാട് ദൂരം നടന്ന് എല്ലിയെ പലയിടങ്ങളിലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റെഫിനി എല്ലിയെ അന്വേഷിച്ച് ഒരുപാട് ദൂരം നടക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു വലിയ നഗരമായതുകൊണ്ട് തന്നെ അവളെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ എല്ലിയെ ഇപ്പൊ കാണിക്കുന്നു. എന്താന്ന് വെച്ചാല് നേരത്തെ നമ്മുടെ സ്റ്റെഫിനി ഓടിച്ച അവൻ തന്നെയാണ് എല്ലിയെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അത് ഒരു പഴയ ബിൽഡിങ്ങിന്റെ അടുത്ത്. അവളാണെങ്കിൽ ബോധമെല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കാണ്. അവനാണെങ്കിൽ അവിടെ വെച്ച് TV എല്ലാം കണ്ട് ഈ മദ്യം എല്ലാം കഴിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കാണ് എല്ലി പതിയെ എഴുന്നേറ്റ് ഇവനെ കാണുമ്പോഴത്തേക്കും അവന്റെ പേര് ചൂച്ചോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അവന്റെ പേര് പറഞ്ഞിട്ട്, ഹേയ് നിനക്ക് ഒരിക്കലും എന്നെ ഇങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല എന്ന് എനിക്കറിയാം, നമ്മൾ കഴിഞ്ഞ രാത്രി പരസ്പരം കിസ് ചെയ്തില്ലേ, അതുപോലെ ഒരു തവണ കൂടി നീ എന്നെ കിസ് ചെയ്തെന്നും പറഞ്ഞ് അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി അവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റിട്ട്, ഓ നിനക്ക് അതാണല്ലേ ഇപ്പൊ ആവശ്യം, ശരി ഞാൻ തരാന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് അവളെ ഇങ്ങനെ കിസ് ചെയ്യുമ്പോഴത്തേക്കും അവൾ ആ ഒരു ഗ്യാപ്പിൽ അവനെ അടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിലോ അവളെ പിടിച്ചു വെച്ച് നല്ലതുപോലെ അടിച്ചിട്ട് ഇപ്പൊ ആരും അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആ ഒരു ഫോൺ എടുത്താവൻ പറയും, ഓക്കെ പെൺകുട്ടി എന്തായാലും റെഡിയാണ്, രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്. കാരണം ഇവൻ എല്ലിയെ വേറെ ആർക്കോ വിൽക്കാൻ പോകുന്നു. അതേസമയമാണ് ഇവിടെ നമ്മുടെ ഹീറോ മൈക്ക് ഉണ്ടല്ലോ, അവൻ ഇപ്പോ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഓരോ ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അതിന്റെ വെളിയിലായിട്ട് ആ ഒരു പോലീസുകാരൻ കാളുണ്ടല്ലോ
അവനിപ്പോ ഹീറോയും കൊണ്ടുവന്ന ആ ഒരു കാർ കണ്ടുപിടിച്ചു. എന്നിട്ട് അവനിപ്പോ വെളിയിലേക്ക് ഇറങ്ങി നേരെ നമ്മുടെ മൈക്കിന്റെ മുന്നിലേക്ക് വന്നിട്ട്, ഓ അപ്പൊ മോഷണം പോയ ആ ഒരു കാറ് ഇവിടെയാണല്ലേ കിടക്കുന്നത്. ആ ഒരു ഹോട്ടലിന്റെ ഓണർമാര് എനിക്ക് പരാതി തന്നിരുന്നു അവരുടെ കാറ് മോഷണം പോയെന്ന് പറഞ്ഞിട്ട്. അതിപ്പോ എന്തായാലും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഹീറോയോട് പറയുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും, ഓ അപ്പോ നിങ്ങൾ മോഷണം പോയ കാർ അന്വേഷിച്ചാണ് ഇതിനകത്തേക്ക് വന്നത്, അല്ലാതെ ആ ഒരു കാണാതായിട്ടുള്ള പെൺകുട്ടിയെ കണ്ടുപിടിക്കാനല്ല എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരന് ഇപ്പൊ ഉത്തരവില്ല. അതേസമയം ഇവിടെ നമ്മുടെ സ്റ്റെഫനിയെ കാണിക്കുമ്പോൾ സ്റ്റെഫനി ഇപ്പോൾ ഒരുപാട് ദൂരം നടന്ന് അവസാനം ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ രക്തം കിടക്കുന്നത് കാണുന്നുണ്ട്. അതുമല്ല അവന്റെ ആ ഒരു വണ്ടിയുടെ ടയറിന്റെ പാടുണ്ടല്ലോ അതുകൂടി കാണുന്നതും ഹീറോയിന് മനസ്സിലായി ഈ ഒരു വഴിയാണ് അവൻ പോയിട്ടുള്ളതെന്ന്. അങ്ങനെ അത് ഫോളോ ചെയ്ത് ഒരുപാട് ചെല്ലുമ്പോൾ അവന്റെ ആ ഒരു ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പാതി ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും എല്ലിയാണെങ്കിലും നല്ലതുപോലെ കിടന്ന് കരയാണ് രക്ഷപ്പെടുത്തെന്നും പറഞ്ഞ്. പക്ഷെ അവനാണെങ്കിലോ ഇപ്പോഴും ആ ഒരാളോട് ഫോണിൽ സംസാരിച്ചിട്ട് അവളോട് മിണ്ടാതിരിക്കാനെല്ലാം പറയുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റെഫനി ഇപ്പൊ അകത്തേക്ക് കയറി വന്ന് എന്തായാലും എല്ലിയെ കണ്ടുപിടിച്ചു. ഇനിയിപ്പോ അവൻ മാറുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യണം, കാരണം അവൻ മാറിയാലേ എന്തായാലും അവളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവിടെ ജനറേറ്ററിന്റെ സ്വിച്ച് ഉണ്ട്. അത് അവള് കാണുന്നതും പതിയെ അവിടേക്ക് ചെന്ന് ആ ഒരു ജനറേറ്റർ അങ്ങ് ഓഫ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ പവർ അങ്ങ് കട്ടായി പോയി. അങ്ങനെ ഇവൻ ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് അത് കാണുമ്പോഴത്തേക്കും ഈ ഒരു ജനറേറ്ററിന്റെ അടുത്തേക്ക് വന്നിട്ട് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഹീറോയിൻ അവിടെ വലിയ തൂണാണുള്ളത് അതുവഴി ഇങ്ങനെ ഒളിച്ചൊളിച്ച് നമ്മുടെ എല്ലിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലും. അപ്പൊ എല്ലി ഇത് കണ്ടിട്ട് പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ഇവള് നടന്ന് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള സൈക്കിൾ തട്ടി താഴേക്കിടുന്നതും ഈ ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗ്യാപ്പില് അവൾ ആ ഒരു തൂണിന്റെ പുറകിലായിട്ട് ഒളിച്ചു നിൽക്കും. അങ്ങനെ ഇവൻ അത് ശ്രദ്ധിക്കത്തില്ല. ആ ഒരു സമയം തന്നെ നമ്മുടെ സ്റ്റെഫനി ഓടി എല്ലിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കെട്ടെല്ലാം അഴിച്ച്, ഹേയ് നീ ഓക്കെ ആണോ, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് എടി സംസാരിച്ചിരിക്കാതെ പെട്ടെന്ന് അവളെ കൊണ്ട് പോ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് മുന്നേ തന്നെ അവനുണ്ടല്ലോ അവൻ ആ ഒരു ജനറേറ്റർ പെട്ടെന്ന് ഓണാക്കുന്നതും ഇവിടെ പവർ വന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടു. അവനെ കാണുമ്പോഴത്തേക്ക് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് വെളിയിലേക്ക് ഒരു ഒറ്റ ഓട്ടം. അങ്ങനെ ഇവര് നിർത്താതെ ഓടുമ്പോഴത്തേക്കും അവൻ പുറകെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും എവിടെ നിൽക്കത്തില്ല, കാരണം ജീവൻ തിരിച്ചു കിട്ടി. ഇനി നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അങ്ങനെ രണ്ടുപേരും കുറെ ദൂരം ഓടിയിട്ട് ഒരു വീടിന് പുറകിലേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നതും ഇവനും പുറകെ ഓടി വരുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു ഒറ്റയടി അവന്റെ മുഖത്തേക്ക്. ആരാന്ന് വെച്ചാൽ നമ്മുടെ എല്ലി ഒരു തടിയെടുത്ത് അവന്റെ മുഖത്തേക്ക് അടിച്ചിട്ട് അവനെ അടിച്ച് താഴെ കിട്ടി 2-3 അടി വീണ്ടും അടിച്ച് അവനോടുള്ള ദേഷ്യമെല്ലാം തീർത്ത് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് ഓടി നേരെ ആ ഒരു കാറിനകത്തേക്ക് കയറുന്നുണ്ട്. അപ്പൊ എല്ലി പറയും ഓക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോ സ്റ്റെഫനി ആണെങ്കിൽ ഇപ്പൊ കീ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നില്ല. ആ ഒരു സമയത്താണ് ഇവൻ പെട്ടെന്ന് കാറിനടുത്തേക്ക് വന്ന് ഈ ഒരു ഗ്ലാസ് തുറക്കാൻ വേണ്ടി അതിലിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. പക്ഷെ രണ്ടുപേരും പേടിച്ച് അതിനകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവനെ അവിടെ കാണുന്നില്ല. ഷടാ ഇവ എവിടെ പോയെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ കറങ്ങി നോക്കുന്നതും അവനൊരു കല്ലെടുത്തോണ്ട് വന്ന് ഈ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് ഒരു ഒറ്റയേറ് എന്നിട്ട് ആ ഒരു ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് അത് വലിച്ചിളക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പില് ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പൊ എന്ത് ചെയ്യണം നിർത്തിയില്ലല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. എല്ലി ആണെങ്കിൽ അതിനകത്തിരിക്കുന്ന എന്തൊരു സ്പ്രേ എടുത്തിട്ട് അവന്റെ കണ്ണിലേക്ക് ഒരു ഒറ്റയടി. അങ്ങനെ അവൻ താഴേക്ക് വീഴുന്നതും ഇവര് രണ്ടുപേരും ഇപ്പൊ കാറിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ ഓടാണ്. അങ്ങനെ കുറെ ദൂരം ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു വണ്ടി വരുന്നു. അത് വേറെ ആരുമല്ല, കാൾവോ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഹേയ് നിർത്ത് പറഞ്ഞ് ഓടി ഇങ്ങനെ ചെല്ലുമ്പോ ആ ഒരു പയ്യൻ ഓടി വന്ന് നമ്മുടെ എല്ലിയെ പിടിച്ചിട്ട് അവളെ തിരിച്ചു നിർത്തി താഴേക്കൊരു ഒറ്റയേറ്. പക്ഷെ താഴേക്ക് വീഴുമ്പോഴത്തേക്കാണ് അവളുടെ തല വന്ന് ഒരു പാറക്കല്ലേക്കാണ് ഇടിക്കുന്നത്. തലയും പൊട്ടിയിട്ട് ഇപ്പൊ നല്ലതുപോലെ രക്തം പോയി അവള് താഴെ കിടക്കുന്നു. അങ്ങനെ സ്റ്റെഫനി ഓടി വന്ന് എല്ലിയെ പിടിക്കുന്നതും ഇപ്പൊ ആ ഒരു പയ്യൻ ഹേയ് ഇതെന്റെ തെറ്റല്ല എന്നും പറഞ്ഞ് അവനിങ്ങനെ പുറകിലേക്ക് പോകുന്നുണ്ട്. സ്റ്റെഫനി ഒന്ന് എത്ര വിളിച്ചിട്ടും എല്ലി എഴുന്നേൽക്കുന്നില്ല. ആ ഒരു സമയം ഒരു വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നത് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ കാൾവോ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനും. ഹീറോ ആണെങ്കിൽ ഓടി വന്നിട്ട് അവനെ പിടിച്ച് രണ്ടിടി. ഇപ്പൊ കാൾവോ അടുത്തേക്ക് വന്ന് ഹീറോയെ പിടിച്ച് മാറ്റിയിട്ട് അവന്റെ തലയിലേക്ക് തോക്ക് വെച്ച് സ്റ്റെഫനിയോട് പറയും, സ്റ്റെഫനി നീ എത്ര പെടുന്ന കാറിലേക്ക് കയറിയിരിക്കും, ഇത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ സ്റ്റെഫനി പെടുന്ന ആ ഒരു വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കും. എന്നിട്ട് മൈക്കിളും അതേപോലെ തന്നെ ആ ഒരു പോലീസുകാരനും ആ ഒരു പയ്യനെ അവിടെ വെച്ച് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്റ്റെഫനി ഈ ഒരു വണ്ടിക്കകത്ത് ഈ ഒരു പോലീസുകാരന്റെ വണ്ടിയുണ്ടല്ലോ അതിനകത്ത് ഈ ഒരു സീറ്റിനടിയിൽ നിന്ന് ഒരു പാസ്പോർട്ട് കിട്ടുന്നു. അതെടുത്ത് നോക്കുമ്പോൾ അത് വേറെ ആരുടെയും പാസ്പോർട്ട് അല്ല, എല്ലിയുടെ പാസ്പോർട്ട്. ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു പോലീസുകാരൻ അവന്റെ ആളായിരുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ സ്റ്റെഫനി പെട്ടെന്ന് മൈക്കിൾ അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക്, അവനാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് തിരിയുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മൈക്കിൾ ഓടിച്ചെന്ന് ആ ഒരു പോലീസുകാരനെ ഇടിച്ച് താഴെക്കിട്ട് അവരെ തോക്കങ്ങെടുക്കും. എന്നിട്ട് രണ്ടുപേരോടും അവിടെ അടങ്ങി നിൽക്കാൻ പറയുമ്പോൾ കാളുവ പറയുന്നുണ്ട് നീ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അടുത്തേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കാളു പറയും ഓക്കെ ഇപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ മൈക്കിൾ ചോദിക്കും ഓക്കെ കമീലിയ എവിടെ, അവളെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് കാൾവോ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ പറയുന്നത് ഓക്കെ ഞാൻ എല്ലാം പറയാം, പക്ഷെ ഇവിടെ നമുക്കൊരു ഡീൽ ചെയ്യാം. കമീലയ്ക്ക് വേണ്ടി സ്റ്റെഫനിയെ ഞങ്ങൾക്ക് വിട്ടുക. അങ്ങനെയാണെങ്കിൽ കമീല എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പൊ എന്നെ കൊന്നു കഴിഞ്ഞാൽ അവൾ എവിടെയാണെന്ന് പോലും നിനക്ക് അറിയാൻ കഴിയത്തില്ല. ഇത് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോ ആഹാ ഇട ചതിയാ മൈക്കിളെ
എന്ന് നമ്മൾ പറഞ്ഞു. കാരണം അവൻ തോക്ക് താഴെ വെച്ച് തിരിഞ്ഞ് നമ്മുടെ സ്റ്റെഫനിയെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് മറ്റൊരു ചതി. ആ ഒരു പോലീസുകാരൻ ഇപ്പോ മറ്റൊരു തോക്കെടുത്ത് നമ്മുടെ മൈക്കിളിനെ ഷൂട്ട് ചെയ്തങ്ങ് താഴെയിടും. അതോടെ സ്റ്റെഫനിയുടെ കാര്യത്തിൽ എന്തായെന്ന് അറിയത്തില്ല. കുറെ കഴിഞ്ഞിട്ടാണ് കാണിക്കുമ്പോ ഇപ്പോ സ്റ്റെഫനിയെ ആ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കുന്നു. ഇപ്പോ മുന്നിലിരിക്കുന്നത് ആ ഒരു പോലീസുകാരൻ. എന്താന്നല്ലേ, ഇവനാണ് ടൂറിസ്റ്റുകളായിട്ട് ഇവിടേക്ക് വരുന്ന ആ ഒരു പെൺകുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയിട്ട് മറ്റൊരാൾക്ക് വിൽക്കുന്നത്. എന്നിട്ട് അവ ഒരുപാട് പണവും വാങ്ങിക്കും. വെർജിൻ ആയിട്ടുള്ള പെൺകുട്ടികളെ വിറ്റ് കഴിഞ്ഞാൽ അധികം പണം കിട്ടും. വെർജിൻ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പണം മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റെഫനിയോട് ഇപ്പോ പറഞ്ഞ് അവസാനം അവളെയും ബോധം കെടുത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോ നമ്മുടെ സ്റ്റെഫനിയെ വലിച്ച് ഒരു ബോട്ടിൽ കയറ്റിയിട്ട് ഇവിടെ നിന്ന് മറ്റൊരു കരയിലേക്ക് അവളെ ഇങ്ങനെ കൊണ്ടുപോവാണ്. കാരണം ആ ഒരു കരയിലാണ് ഇവരെ വാങ്ങാനായിട്ട് നിൽക്കുന്ന ആ ഒരാളുള്ളത്. അങ്ങനെ അവളെ ആ ഒരു കരയിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പൊ ഈ ഒരു ബോട്ടിൽ ആ ഒരു പയ്യനിരിപ്പുണ്ട്. അവനാണെങ്കിൽ അവന്റെ മുറിവെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. ആ ഒരു സമയത്ത് സ്റ്റെഫനി പതിയെ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ആങ്കർ ഉണ്ടല്ലോ, അത് ഈ ഒരു ബോട്ടിൽ കിടപ്പുണ്ട്. അതുപോലെ അതിനോടൊപ്പം ഈ ഒരു വലയും. അങ്ങനെ അവള് പതിയെ ആ ഒരു ആങ്കർ എടുത്ത് വീശി ഒരു ഒറ്റയടി അവന്റെ ദേഹത്തേക്ക്. എന്നിട്ട് ആ ഒരു ആങ്കറിനോടൊപ്പം തന്നെ അവനെ തള്ളി വെള്ളത്തിലേക്ക് ഇടുന്നതും ഇപ്പൊ ആ ഒരു നെറ്റെല്ലാം കൂടി അവന്റെ ദേഹത്തേക്ക് ചുറ്റി വരഞ്ഞിട്ട് അവൻ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി. ആ ഒരു പയ്യൻ അപ്പൊ തന്നെ മരിക്കുന്നു. ഇതോടെ കാണുന്നത് കാൽവോ ആ ഒരു ബോട്ട് അവിടെ നിർത്തി അവൻ എവിടെ നിന്ന് നോക്കുമ്പോ എന്തായാലും അവനെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അവളുടെ കയ്യിൽ ആ ഒരു കെട്ടഴിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. എന്നിട്ട് അവിടെ നിന്ന് നീന്തി നീന്തി കരയിലേക്ക് പോവാണ്. പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ കുറെ നീന്തി അവസാനം കരയിലേക്ക് വരുമ്പോഴത്തേക്കും കാൾവോ പതിയെ തന്നെ ആ ഒരു ബോട്ടിൽ പുറകെ വന്നിട്ട് അവളെ അങ്ങ് പിടിക്കും. കാരണം അവള് വന്നിരിക്കുന്നത് അവളെ വിൽക്കാനുള്ള ആ ഒരാളുടെ മുന്നിലേക്ക്. എന്നിട്ട് കാൾവോ അവളെ പിടിച്ച് അയാളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ദേ ഇതാണ് ആ ഒരു പെണ്ണെന്ന് പറയുമ്പോഴത്തേക്കും, അല്ല നിങ്ങൾ ഫോട്ടോയിൽ കാണിച്ച ആ ഒരു പെണ്ണെവിടെ? അവളെ കിട്ടിയില്ല, അവള് മരിച്ചുപോയി. ദേ ഇവള് നല്ലതാണെന്ന് പറയുമ്പോ അയാള് പറയും സോറി എനിക്ക് ഇവളെ വേണ്ട. കാരണം ഇവൾ ഇത്തിരി പ്രശ്നക്കാരിയാണ്, അഹങ്കാരിയാണ്, അടങ്ങി നിൽക്കത്തില്ല എന്നെല്ലാം ഇങ്ങനെ പറയാണ്. എന്നിട്ടാണ് അയാള് ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് നിനക്കിപ്പോ എന്തായാലും ഒരു വിലയില്ല, അതുകൊണ്ട് നിന്നെ കൊന്നുകളയാൻ പോവാണ് എന്ന് പറയുന്നതും ഹീറോയും പറയാതെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് രണ്ടിന്റെയും മണിയിലേക്ക് നോക്കി രണ്ട് ഇടി പിടിച്ചിട്ട് രണ്ടുപേരെയും തള്ളി താഴെക്കിട്ട് അവൾ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം. അങ്ങനെ അവൾ ഓടി പോകുമ്പോ ആ ഒരു പോലീസുകാരൻ ഇപ്പൊ ആ ഒരു തോക്കും എടുത്ത് അവളുടെ പിറകെ തന്നെ വരികയാണ്. സ്റ്റെഫനി ആണെങ്കിൽ ഓടി ഓടി അടുത്തുള്ള വീടുകളിലേക്ക് വന്നിട്ട് പ്ലീസ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഓരോ വീട്ടിലും തട്ടി വിളിക്കുമ്പോ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഏതോ ഒരു വീട്ടിൽ ഒരാൾ മാത്രമേ അവളെ കണ്ടു. അയാൾ ഇങ്ങനെ ജനാല വഴി പുറത്തേക്ക് നോക്കുന്നതും സ്റ്റെഫനി അയാളെ കാണുന്ന ആ ഒരു സമയത്ത് എന്തോ ഒരു വിശ്വാസം അയാളെ രക്ഷിക്കുമെന്ന്. പക്ഷെ അതിനു മുന്നേ തന്നെ ആ ഒരു പോലീസുകാരൻ അവിടേക്ക് വന്ന് ആ വീടിനകത്തുള്ള അയാളെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ സ്റ്റെഫനി പതിയെ ആ ഒരു വീടിനകത്തേക്ക് കയറി ഒളിച്ചങ്ങിരിക്കും. അപ്പോഴാണ് ഈ ഒരു പോലീസുകാരൻ അവിടേക്ക് വന്ന് ഈ ഒരു വീടിനകത്തേക്ക് തോക്കുകൊണ്ട് സ്റ്റെഫനി അന്വേഷിച്ച് അങ്ങനെ നടക്കാണ്. അപ്പോ സ്റ്റെഫനി അവിടെയുള്ള ടേബിളിനടിയിലായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. ഈ ഒരു പോലീസുകാരനാണെങ്കിൽ പതിയെ അവളുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അവൻ പോയെന്ന് പറഞ്ഞിട്ട് സ്റ്റെഫനി പതിയെ ആ ഒരു ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് വരുന്നതും അയാൾ ഇപ്പോ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവളെ പിടിച്ച് താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നതും സ്റ്റെഫനി ആണെങ്കിൽ ആ ഒരു പേടിയില് ഇയാളെ പിടിച്ചൊരു ഒറ്റ തള്ളു. അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു തോക്കും തെറിച്ച് മറ്റൊരു വശത്തേക്ക് വീഴും. ആ ഒരു ഗ്യാപ്പ് നോക്കി നമ്മുടെ ഹീറോയിൻ ആ ഒരു തോക്കങ്ങ് എടുത്തിട്ട് ഇവനെ ഷൂട്ട് ചെയ്യേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവൻ പറയും നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, മര്യാദയ്ക്ക് ആ ഒരു തോക്കങ്ങ് തരാൻ പറയുമ്പോ ഒന്നും ചെയ്യത്തില്ല എന്നല്ലേ പറഞ്ഞേ, ദേ ഇപ്പൊ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു തോക്കെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും അടിപൊളി. നമ്മുടെ വില്ലൻ എന്തായാലും അവിടെ വെച്ച് മരിച്ചു വീഴാണ്. അങ്ങനെ വില്ലൻ മരിക്കുന്നതും എല്ലാ പ്രശ്നങ്ങളും ഇവിടെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫനി ഇതിപ്പോ മറ്റൊരു കരയാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോ വഴി അറിയാതെ അവിടെ എല്ലാ ഒരു റോഡിലൂടെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് കുറെ ദൂരം നിന്ന് ഒരു പോലീസ് വണ്ടി വരുന്നു. ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ അവൾക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇപ്പൊ തന്നെ അവൾക്ക് സംഭവിച്ചത് എന്താണ്? അതുകൊണ്ട് തന്നെ ഒരു കല്ലും എടുത്ത് അവൾ ആ ഒരു പോലീസുകാരനെ അടിക്കാനായിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു ലേഡി പോലീസ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അവരെന്തായാലും ജെനുവിനായിട്ടുള്ള ഒരു പോലീസുകാരി തന്നെയാണ്. അതുമല്ല ഹീറോയിനെ ഉപദ്രവിക്കത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഹീറോയിൻ അവരോടൊപ്പം പോകുന്നതും അവരിപ്പോ ഹീറോയിനെ അവിടെ നിന്നും വണ്ടിയിലേക്ക് കയറ്റി അവിടെ നിന്നും കൊണ്ടുപോവാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഹീറോയിൻ സേഫ് ആയിട്ട് തിരിച്ചു പോകുന്നു നമുക്ക് എന്തായാലും മനസ്സിലായി. അതോടുകൂടി ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാതെ ഒന്ന് ചെയ്തേക്കുക. നമ്മുടെ സെക്കൻഡ് ചാനൽ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഇത് രണ്ടും മറക്കാതെ ഫോളോ ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.